നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ബോളിവുഡ് സൂപ്പർ താരമായ അമിതാഭ് ബച്ചനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നുവെന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് അദ്ദേഹം വിധേയനായെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാലിലെ രക്തക്കുഴലുകളിലെ തടസ്സം നീക്കുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് നടന്നത്. ബച്ചന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുംബൈ കോലിലാബെൻ ആശുപത്രിയിൽ ബച്ചൻ ചികിത്സയിലാണെന്നുള്ള റിപ്പോർട്ട് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ തന്നെ പുറത്തുവിട്ടു. കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ആശുപത്രി വൃത്തങ്ങൾ ഉടൻ ആ വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ തന്നെ പുറത്തിറക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷം ആദ്യം അദ്ദേഹത്തിന് ഇതിനു മുൻപും ഒരു ശസ്ത്രക്രിയ ഉണ്ടായിരുന്നു. കൈത്തണ്ടയിലായിരുന്നു അദ്ദേഹത്തിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബച്ചൻ്റെ രോഗവിവരത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. വ്യാജ വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതിനൊന്നും തന്നെ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം കുടുംബമോ മാനേജർമാരോ ഒന്നും തന്നെ നൽകിയിട്ടില്ല. പതിവ് പോലുള്ള ചെക്കപ്പുകൾക്കായിട്ടാണ് ബച്ചൻ ആശുപത്രിയിൽ എത്തിയതെന്നാണ് പറയുന്നത്. ബച്ചൻ്റെ കുടുംബമോ സുഹൃത്തുക്കളോ ഇതേക്കുറിച്ചൊന്നും തന്നെ പ്രതികരിക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതേസമയം കഴിഞ്ഞ ദിവസമാണ് നാഗ് അശ്വിൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ വിശേഷങ്ങൾ ബച്ചൻ തന്നെ പങ്കുവച്ചത്. ഈ പ്രൊജക്റ്റിനു വേണ്ടി രാത്രി വൈകും വരെ താൻ ജോലി ചെയ്തുവെന്നും ശക്തമായ ഒരു പ്രയത്നം തന്നെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്നതെന്നും ബച്ചൻ തന്നെ പറഞ്ഞിരുന്നു. കൽക്കി 2898 AD എന്ന ചിത്രമാണ് ഇനി ബച്ചൻ്റേതായി ഉടൻ പുറത്തിറങ്ങുന്നത്. പ്രമുഖ നടന്മാരായ വലിയൊരു താരനിര തന്നെയാണ് ഈ ചിത്രത്തിലുള്ളത്. പ്രഭാസ്, കമലഹാസൻ, ദീപിക പദുക്കോൺ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മെയ് 9 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. സെക്ഷൻ 84 എന്ന ചിത്രമാണ് ഇതിന് തൊട്ടു പിറകെ ഇനി റിലീസ് ചെയ്യാനായിട്ടുള്ളത്. വീണ്ടും വൈകി, ഇന്നലെ രാത്രി ജോലിയിൽ നിന്നും വൈകിയാണ് എത്തിയതെന്നും അദ്ദേഹം കുറിച്ചു. കൽക്കി പൂർത്തിയാവുകയാണ്. മെയ് 9 ചിത്രം റിലീസ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടുക്കിലും ചിട്ടയിലും എല്ലാം പൂർത്തിയാക്കാനുള്ള അവസാന ശ്രമങ്ങൾ നടക്കുകയാണ്. അണിയറ പ്രവർത്തകരുടെ ഈ കാഴ്ചപ്പാട് സിനിമയ്ക്ക് മികച്ച അനുഭവം നൽകാൻ സഹായകരമാകുമെന്നാണ് ബച്ചൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.